ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നീനൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് വെജ് കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് നോക്കാം. 1 കപ്പ് സവാള ചെറുതായി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. ഇനി 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായി നുറുക്കിയെടുത്തത്, പച്ചമുളക് ആവശ്യത്തിന് എടുക്കുക, ബീറ്റ്റൂട്ട് ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് ഒരു 2 കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും വേവിച്ചതാണ്. ഇനി വേവിച്ച പൊട്ടറ്റോസും ആവശ്യത്തിന് നമ്മൾ എടുക്കാം. ഇനി ഇത് റോൾ ചെയ്യാൻ വേണ്ടി ബ്രെഡ് ക്രംസ് കൂടി നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് മസാല തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് ഈ എണ്ണയിൽ നിന്ന് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരിടം സോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് സവാള ചേർത്തതിന് ശേഷം അതുകൂടി ഇതിന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചെറുതായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം തന്നെ നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാനിവിടെ ഒരു 2 പച്ചമുളകാണ് ചേർക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടുന്നവരെ ഇളക്കുക. ഇതിപ്പോൾ റെഡിയായി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഇതൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് കുഴച്ചെടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി പൊട്ടറ്റോ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ബീറ്റ്റൂട്ടും ക്യാരറ്റും വേവിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കാനുള്ളത് മസാല റെഡിയാക്കി വെച്ചതാണ്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാലയാണ് നമ്മുടെ കട്ട്ലറ്റിനുള്ള നല്ലൊരു ടേസ്റ്റ് തരുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ അതെല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ തന്നെ നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് മല്ലിയില നമുക്ക് തൂക്കി കൊടുക്കാം. ഇത് തൂവിയതിന് ശേഷം നമുക്ക് ഇതുകൂടെ ഒന്ന് പയ്യെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കണം. അപ്പോൾ കട്ട്ലറ്റിൻ്റെ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഇതിനെ ഒന്ന് പരത്തി റെഡിയാക്കി എടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഇതിവിടെ റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുവേണ്ടി ഇതുപോലെ ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഫുള്ളായിട്ടും റോൾ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് പയ്യെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഇതിനെ നമുക്ക് മറിച്ചും തിരിച്ചിട്ട് ഒന്ന് മൊരിയുന്നത് വരെ, അതായത് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കണം. അത്രയേ ഉള്ളൂ. ദാ ഇവിടെ ഇത് റെഡി ആയി കഴിഞ്ഞു. ഗോൾഡൻ ബ്രൗൺ നിറം ആയി കഴിഞ്ഞു. ഇനി ഇതിനെ സെർവ് ചെയ്യാനായിട്ട് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് നമുക്ക് വെജ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടമാവും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക് യു.